നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ആവശ്യമില്ലാത്തടത്തേക്ക് വലിഞ്ഞു കയറി ഞാൻ പോവില്ല. അന്നാണ് തന്റെ സർജറി ഡേറ്റ് എന്ന് തനിക്കറിയാലോ. ഞാനിവിടെ വേണം. ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ കുഞ്ഞിനെ കാണുന്ന ദിവസം അന്ന്. ഞങ്ങള് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ധനുഷ് പറയും. പറയാം. പക്ഷേ അതിനു മുൻപ് താൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി മുതൽ ബിജു ചെയ്യുന്നത് എന്തു തന്നെ ആയാലും അത് വളരെ രഹസ്യമായിട്ടായിരിക്കണം. കാരണം നീ ആരാണെന്നും അനൂപിനെ അപകടപ്പെടുത്തിയത് നീയാണെന്നുമെല്ലാം പോലീസിനും അതുപോലെ അർച്ചനയ്ക്കും നന്നായി അറിയാം. രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം ചെയ്യുന്നതും അത് ആരും അറിയാതെ കൈകാര്യം ചെയ്യാനുമൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും ഇതൊന്നും ആരെ അറിയിക്കാതിരിക്കാൻ താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സഹായികളെ വേണമെങ്കിൽ നീ കൂടെ കൂട്ടിക്കോ. നിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുക എന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇനി കാര്യത്തിലോട്ട് വരാം. ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ഞങ്ങൾ കരുതിയതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തു. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി റിസ്ക്കായ കാര്യമാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ഒരാളെ ഒരു ദിവസത്തേക്ക് കിഡ്നാപ്പ് ചെയ്ത് പൂട്ടിയിടണം. പേര് സച്ചി. ഫോട്ടോ അവന്തിക നിനക്ക് അയച്ചു തന്നായിരുന്നല്ലോ. തന്നായിരുന്നു. അതിൽ കാണുന്ന സച്ചി എന്ന് പറയുന്നവൻ എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം മിസ്സിംഗ് ആവണം. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ അവൻ തിരികെ വരാവൂ. സാറേ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഈ സച്ചി എന്ന് പറയുന്ന ആള് സാർ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളെയാണെന്നാ മേഡം പറഞ്ഞത്. അങ്ങനെ വരുമ്പോ അയാൾ മിസ്സിംഗ് ആയ ഈ വിവാഹം എങ്ങനെ നടത്തും? അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നെല്ലിശ്ശേരിയിലെ ഒരാണുങ്ങൾക്കും തലച്ചോറില്ല. എന്തു പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ. അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കേ. ഹലോ, പറഞ്ഞോ. സച്ചിയെ നീ കിഡ്നാപ്പ് ചെയ്യുന്നതോടെ അർച്ചന സച്ചിയെ തിരക്കിയിറങ്ങും. അങ്ങനെ അവളും അങ്ങ് ഒഴിവാവും. എന്നിട്ട് വേണം സ്വസ്ഥമായിട്ട് സ്നേഹ വിവാഹം കഴിക്കാൻ. സാർ ധൈര്യമായി വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് വയ്ക്കൂ. സാറ് പറഞ്ഞ ജോലി കൃത്യമായി ആ സമയത്ത് ഞാൻ ചെയ്തിരിക്കും. വിവാഹത്തിന് സച്ചിയെയും കാണില്ല, അർച്ചനയും കാണില്ല. ഇത് ബിജുവിന്റെ വാക്കാ. എത്താറാവുമ്പോ പറയേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞോ? ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. ഞാൻ പറഞ്ഞ ജോലി ചെയ്യുന്നതിന് നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. തൽക്കാലം ഇത് വെച്ചോ. എല്ലാരും പങ്കെടുക്കുന്ന ഈ വിവാഹത്തിൽ നിന്ന്
സന്ധ്യവും മാത്രം മാറി നിൽക്കാന്ന് പറഞ്ഞ, അതും എന്റെ ഈ കാര്യത്തിന്റെ പേരും പറഞ്ഞു. എല്ലാവരും വന്ന് സ്നേഹയുടെ ഇളയേട്ടനെ തിരക്കുമ്പോ അവരോടൊക്കെ അച്ഛനും നന്ദേട്ടനും ഒക്കെ എന്ത് മറുപടി പറയും? നമ്മുടെ മനസ്സിലുള്ള കാരണവും നമ്മളിപ്പോ പറയുന്ന കാരണവും നിസ്സാരമായ ഒന്നാ. നമുക്കൊരു കുഞ്ഞു പിറക്കുന്നാണോ എനിക്ക് നിസ്സാരമായ കാര്യം? അതോ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതും അസുഖം കൂടുന്നതുമാണോ ഞാൻ നിസ്സാരമായി എടുക്കേണ്ടത്? എല്ലാവരും വന്ന് സ്നേഹയുടെ ഇളയേട്ടനെ തിരക്കുമ്പോ അവരെന്തെങ്കിലും മറുപടി പറഞ്ഞോളൂ. ഇനി അവർക്ക് പറയാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല അതിരെ, എന്റെയും കൂടെ എന്ന് പറഞ്ഞ നമ്മുടെ. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതാണ് മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. താനും നമ്മുടെ കുഞ്ഞും നമ്മുടെ ജീവിതവും, അത് കഴിഞ്ഞ് എനിക്ക് മറ്റെന്തോ ഉള്ളൂ. എനിക്കറിയാം സന്ദീപേ, 2-3 മണിക്കൂറൊന്നും മാറി നിന്നോന്ന് വെച്ച് എനിക്കൊന്നും പറ്റില്ല. അത്ര നേരത്തെ കാര്യത്തിന് വേണ്ടി എന്തിനാ ഈ വാശി? ആരോടാ ഈ വാശി കാണിക്കുന്നത്? അച്ഛനോടോ അതോ നന്ദേട്ടനോടോ? എനിക്ക് ആരോടും ഒരു വാശിയില്ല. വാശിയൊക്കെ അവർക്കാ. ഈ സാഹചര്യത്തിൽ ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചത് ആരാണോ അവർക്ക്. 1-2 മാസം കഴിഞ്ഞിട്ട് നടത്തിയാൽ എന്താ കുഴപ്പം? അപ്പോ ആർക്കാ താൻ പറഞ്ഞ വാശി? എനിക്കോ അതോ അവർക്കോ? ഞാൻ അവളുടെ ഏട്ടനാണെന്നും ഞാൻ അതിൽ ഉണ്ടാവണമെന്നും തനിക്കും ഇവിടെ ഉള്ളവർക്കും മാത്രമാണ് ആഗ്രഹം. അവിടെ ആർക്കുമില്ല. അതുകൊണ്ടാണ് എന്റെ വാക്കിനെ വില കൽപ്പിക്കാതെ ഈ വിവാഹം തീരുമാനിച്ചതും എന്റെ അസാന്നിധ്യം ഒരു കാരണമാക്കി മാറ്റാതെ അവര് നടത്തുന്നതും. ഇപ്പൊ നേരെ നെല്ലിശ്ശേരി ചെന്ന് എന്നെയും ധനുഷിനെയും നിർത്തി അവർക്ക് ആരെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അവരൊരിക്കലും സന്ദീപ് എന്ന പേര് പറയില്ല. അങ്ങനെ ആവശ്യമില്ലാത്തടത്തേക്ക് വലിഞ്ഞു കയറി ഞാൻ പോവില്ല. അന്നാണ് തന്റെ സർജറി ഡേറ്റ് എന്ന് തനിക്കറിയാലോ. ഞാനിവിടെ വേണം. ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ കുഞ്ഞിനെ കാണുന്ന ദിവസമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.